ഹരി ഓം. ശ്രീമദ് ദേവി നാരായണീയം ദശകം 3 ശ്ലോകം 2. സമാസഹസ്രം യദചിത്തവൃത്തി വാഗ്ബീജമന്ത്രം വരദേ ജപന്തൗ പ്രസാദിതായ അസുരൗ ഭവന്ത്യാ സ്വച്ഛന്ദമൃത്യുത്തമവാപദുസ്തൗ. ശ്രീ മഹാദേവ്യൈ നമഃ. അന്വർത്ഥവും ഹേ വരദേ, ഹേ വരം ദാനം ചെയ്യുന്നവളെ, തൗ അസുരവു ആ 2 അസുരന്മാർ, യഥചിത്തവൃത്തി മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, സഹസ്രം സമാഹ 1000 കൊല്ലത്തോളം, വാഗ്ബീജമന്ത്രം അവിടുത്തെ വാഗ്ബീജമന്ത്രം ജപന്തൗ ജപിച്ച്, പ്രസാദിതായാഹ പ്രസാദിക്കപ്പെട്ട, ഭവത്യാഹ് ഭവതിയിൽ നിന്ന്, സ്വച്ഛന്ദ മൃത്യുത്വം യഥേഷ്ട മരണമാകുന്ന വരത്തെ, അവാപതുഹു നേടി അല്ലെങ്കിൽ സമ്പാദിച്ചു. ഐം എന്നതാണ് ദേവിയുടെ വാഗ്ബീജമന്ത്രം. ഈ ബീജമന്ത്രം ജപിച്ച് അസുരന്മാർ വളരെ കാലം തപസ് ചെയ്തു. 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ ദേവി അവരുടെ മുന്നിൽ കഠിനമായിട്ടുള്ള ആ തപശ്ചര്യയാൽ ദേവി പ്രസാദിച്ചു, പ്രത്യക്ഷയായി. അവർ വരം ചോദിച്ചു, ഞങ്ങൾ സമ്മതിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ മരിക്കാവൂ. ദേവി ഈ വിവരം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആ വരത്തെ തന്നെ നൽകി. അങ്ങനെ അവർ സ്വച്ഛന്ദ ഇച്ഛിക്കുന്ന സമയത്ത് മാത്രം മരണം അടയുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള വരം അവർക്ക് ലഭിച്ചു. അതോടെ അവരുടെ മനസ്സിൻ്റെ അഹങ്കാരവും വളരെയധികം വളർന്നു. അഹങ്കാരികളായ ആസുരന്മാരെ എങ്ങനെയാണ് വധിക്കാനൊക്കുക? സത്യത്തിൽ ദേവി ഇതെല്ലാം മുൻപേ തന്നെ കണ്ടിരുന്നു. അവിടുത്തെ ഇച്ഛയ്ക്കനുസൃതമായിട്ട് മാത്രമേ ഓരോ ചലനങ്ങൾ പോലും നടക്കുന്നുള്ളൂ. ആ ദേവിയുടെ വൈഭവം മനസ്സിലാക്കാൻ ലോകത്തിൽ ആർക്കും തന്നെ സാധിക്കുന്നില്ല. എങ്കിലും വാക്കുകൾ കൊണ്ട് മാത്രമെങ്കിലും അവിടുത്തെ ആ തിരുനാമം ജപിക്കാനെങ്കിലും ഉള്ള ശക്തി തന്ന് അനുഗ്രഹിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കെല്ലാം പുണ്യപാദത്തെങ്കിൽ സമർപ്പിക്കാനുള്ളത്. സർവം ശ്രീ മഹാദേവി സമർപ്പയാമി. ഹരി ഓം.